രോഹിത് ഏട്ടാ, കഴിഞ്ഞ ദിവസമാണ് പത്മ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചതോടുകൂടി പത്മഭൂഷൺ കിട്ടിയ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ വിവാദങ്ങളും വലിയ വിമർശനങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയതിനോട് ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അല്ല ഇത് കേരളത്തിലെ ക്ഷമിക്കണം, ഭാരതത്തിലെ ഏറ്റവും മഹത്തരമായ പുരസ്കാരം ലഭിച്ച ആരെയും തള്ളി പറയാൻ നമ്മളാളല്ല. അതിനതിൻ്റെതായ ഈ പത്മ പുരസ്കാരങ്ങൾ ലഭിക്കണമെങ്കിൽ അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങളും അതിൻ്റെതായ ക്രൈറ്റീരിയാസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ പറയപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഈ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ VS അച്യുതാനന്ദൻ അടക്കമുള്ള മലയാളികൾക്ക് ഈ പറയപ്പെടുന്ന പത്മശ്രീയും പത്മവിഭൂഷണും ഒക്കെ ലഭിച്ചത്. മമ്മൂട്ടി അടക്കമുള്ള, മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കമുള്ള, അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വർഷങ്ങളായി മമ്മൂട്ടിക്ക് അവാർഡിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അത് പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്തവണ പരിഗണിച്ചതിൽ സന്തോഷം എന്ന് പറയുന്നത് പോലെ നമുക്കും അതിൽ സന്തോഷമുണ്ട്. അത് വെള്ളാപ്പള്ളി ആയാലും VS ആയാലും ഈ പറയപ്പെടുന്ന മമ്മൂട്ടി ആയാലും ആര് തന്നെ ആയാലും വനമുത്തശ്ശി ആയാലും ആര് തന്നെ ആയാലും അതിലെല്ലാം നമ്മൾ സന്തോഷത്തോടെ വേണം കാണാൻ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രതികരണം മണിക്കൂറുകൾക്ക് മുമ്പ് വന്നു. അത് VD സതീശന്റേതാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ചർച്ചയായെങ്കിൽ, വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ അവാർഡ് ഇത്രത്തോളം ചർച്ചയായെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ. അതിന് കാരണം VD സതീശൻ തന്നെയാണ്. കാരണം VD സതീശനെതിരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ വാളെടുത്ത് NSS-SNDP സഖ്യമുണ്ടാക്കി VD സതീശനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ അഹോരാത്രം പണിയെടുത്ത സാമുദായിക നേതാവിന്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളത്. പക്ഷേ ഈ പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്നതോടെ നമ്മൾ കാണേണ്ട കുറച്ച് സാഹചര്യങ്ങളുണ്ട്. ഈ ഊർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെയാണ് ഈ പത്മ അവാർഡുകളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം, 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ NSS ഔദ്യോഗികമായി തീരുമാനമെടുത്ത് SNDP ആയിട്ട് ഒരു ഐക്യവും വേണ്ട, ഒരു സഖ്യവും വേണ്ട. അത് സുകുമാരൻ നായർക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്നാണ് ട്രോളുകൾ പറയുന്നത്. അല്ല, സുകുമാരൻ നായർ എപ്പോഴും, ഞാനൊരു കാര്യം പറയട്ടെ, കാര്യം എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇനി എങ്ങനെ ആക്ഷേപിച്ചാലും പലപ്പോഴും സുകുമാരൻ നായർ ചെയ്ത ചെയ്തികളെ കുറിച്ച്, സുകുമാരൻ നായർക്കെതിരെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അതിന്റെ പേരിൽ എന്റെ കുടുംബത്തെ കരകത്തിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട NSSന്റെ നേതൃത്വമൊക്കെ ഉള്ള ആ സമുദായത്തിൽ തന്നെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ സുകുമാരൻ നായരൊക്കെ സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ, ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇപ്പൊ ഈ പറയപ്പെടുന്ന നേതൃത്വമൊക്കെ വെറുതെ ചൊറിഞ്ഞ് ഈ ഇലക്ഷൻ സമയം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി SNDPയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ ഈ ഒരു സമുദായ അംഗങ്ങളോട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന മുന്നണിയെ തോൽപ്പിക്കണം, ഇന്നാളെ തോൽപ്പിക്കണം എന്നൊന്നും അങ്ങനെ കട്ടൻ റേറ്റായിട്ട് പറയുന്ന ഒരാളൊന്നുമല്ല. കാര്യങ്ങളൊക്കെ ഇച്ചിരി നമ്മൾ നോക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ഇടതു സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സുകുമാരൻ നായർ ഇത്തരത്തിൽ പെരുമാറുന്നത്, വാസവനാണ് അതിന്റെ ഏജന്റ് എന്നൊക്കെ പല ആളുകൾ പല ആവർത്തി നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ അടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കറിയാം ഈ പറയപ്പെടുന്ന ഇവിടെ അധികാരത്തിൽ എത്തേണ്ടത് ആരാണെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. ആരെത്തിയാലാണ് ഈ പറയപ്പെടുന്ന തരത്തിൽ ഇടപെടാൻ സാധിക്കുക എന്നൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് സുകുമാരൻ നായർ. അത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനൊന്നും പോകുന്ന ഒരാളുമല്ല സുകുമാരൻ നായർ. പക്ഷെ വെള്ളാപ്പള്ളിയുടെ കേസ് അങ്ങനെയല്ല. മകൻ നേതൃത്വം കൊടുക്കുന്ന വെള്ളാപ്പള്ളി പിന്നിൽ നിന്ന് രൂപീകരിച്ച BDJS എന്ന് പറയുന്ന ഈഴവ സമുദായത്തിന്റെ പ്രസ്ഥാനം ഇവിടെ BJPക്കൊപ്പം NDAക്കൊപ്പം നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് പിണറായി വിജയന്റെ വാഹനത്തിൽ കയറി റോന്തി വിറ്റുകയും പിണറായി വിജയന് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഈ BDJSന്റെ ഒരു മുൻ നേതാവ് SNDPയുടെ ഒരു ഔദ്യോഗിക വക്താവായിരുന്ന ആളുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ശബരിമലയിൽ വിശ്വാസ സംരക്ഷണ റാലിക്ക് ആളെ കൊണ്ടുപോയ ഞങ്ങളോട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയാണ്, BDJSന്റെ പ്രവർത്തകരോട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയാണ്, ഈ പറയപ്പെടുന്ന വനിതാ മതിൽ, അതായത് വനിതകളെ ശബരിമലയിൽ കയറ്റണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വനിതാ മതിലിൽ പങ്കെടുക്കാൻ സ്ത്രീകളെ കൊണ്ട് കൊടുക്കുക. അതായത് ഒരേ സമയം രണ്ട് തന്തിക്കുണ്ടാവുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും നേതൃത്വം പോകുന്നു എന്നാണ് അണികൾ പറയുന്നത്. ഞാനല്ല കേട്ടോ, അണികൾ പറയുന്നത്. അവരുപയോഗിച്ച ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടിയാൽ എപ്പോഴെങ്കിലും അത് കീറി പോകേണ്ടതാണ്. പക്ഷെ ഇവിടെ കീറലല്ല സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ വെള്ളാപ്പള്ളിയുടെ പേര് കേട്ടപ്പോൾ നമ്മളാദ്യം വിചാരിച്ചത് എന്താണ്, പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത പേരാണ് വെള്ളാപ്പള്ളി നടേശന്റേതാണെന്നാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് കേരള സർക്കാരല്ല. വെള്ളാപ്പള്ളി നടേശനെ നേരിട്ട് വ്യക്തിഗതമായ റെക്കമെൻഡേഷനിലൂടെയാണ് പത്മ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഈ വെള്ളാപ്പള്ളി നടേശന്റെ പത്മ പുരസ്കാരം ട്രോളുകളിൽ തെളിഞ്ഞതിന്റെ കാരണം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പത്മ അവാർഡൊക്കെ കാശ് കൊടുത്താൽ കിട്ടും, എന്റെ പട്ടി പോലും വാങ്ങില്ല എന്ന് പറഞ്ഞ ആള്. ഇന്നലെ പട്ടിയുമില്ല പൂച്ചയുമില്ല, ഇന്നലെ മുഖത്ത് പൂ വിരിയുന്ന താമര വിരിയുന്ന സന്തോഷമായിരുന്നു, കുടത്തിൽ താമര വിരിയുന്ന സന്തോഷമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമല്ല. ഇനി
BJP സർക്കാർ ഉന്നം വെക്കുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കാത്തത്. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിന്റെ റെക്കമെൻഡ്, അതും കേരളത്തിന്റെ റെക്കമെൻഡേഷൻ അല്ല എന്ന് അറിയുമ്പോഴാണ് ഇവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. നോക്കൂ, കേരളത്തിലെ സഖാക്കന്മാർ VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തുള്ളവർ VS അച്യുതാനന്ദന് കൊടുത്തത് എന്തൊക്കെയാണ്? M സ്വരാജ് പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലേ? M സ്വരാജ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ നടന്നു VS അച്യുതാനന്ദന്. KB ഗണേഷ് കുമാർ VS അച്യുതാനന്ദനെ കാമപ്രാന്തൻ എന്ന് മുദ്ര കുത്താൻ നടന്നു. പിണറായി വിജയൻ തനിക്ക് വിലങ്ങായി നിൽക്കുന്ന അച്യുതാനന്ദനെ പിഴൽ കാസ്ട്രോ ആക്കി, കറിവേപ്പിലയാക്കി മാറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ ഒരു NDA മുന്നണി അല്ലെങ്കിൽ NDA നേതൃത്വം കൊടുക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഭാരതത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളായിരുന്ന ഈ അടുത്തിടെ അന്തരിച്ച മഹാനായ സഖാവ് VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകുമ്പോൾ അതിന്റെ പിന്നെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ പറയേണ്ടത് നിലപാടുകൾ എടുത്ത ഒരു നേതാവിന്റെ പേരാണ്. ഈ പറയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ എയിം ചെയ്തത്, ടാർഗറ്റ് ചെയ്തത് VD സതീശന് നേരെയാണ്. VD സതീശനോട് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഏറ്റവും രസകരം. പത്മ അവാർഡുകൾ ലഭിച്ച എല്ലാ മലയാളികളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നാണ്. അപ്പൊ അതിൽ തിരിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞത്, രാജ്യത്തിന്റെ ഇത്രയും വലിയ ബഹുമതി നേടിയ ആളുകളുടെ നിലപാട് എന്ത് തന്നെ ആയാലും അതിന് അനുമോദനം കൊടുക്കുക തന്നെ വേണം. പിന്നെ NSS SNDP സഖ്യം, സമുദായ സംഘടനകൾ തമ്മിൽ സഖ്യം ഉണ്ടാകേണ്ടത് നാടിന്റെ മതേതരത്വ മൂല്യങ്ങളെ ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി ചേർത്ത് പിടിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ, സമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഇവർക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് SNDP NSS സഖ്യം എന്ന് പറയുന്നത് അവരുടെ ഇന്റേണൽ കാര്യമാണ്. ഉണ്ടായാൽ നല്ലത്. അതുണ്ടായാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് VD സതീശനാണെന്ന് പറയുമ്പോൾ VD സതീശൻ പറയാണ് അത് ഉണ്ടാകേണ്ടതാണ് എന്നാണ് VD സതീശൻ പറയുന്നത്. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്, അവരെ തീരുമാനിക്കട്ടെ. ഇപ്പോൾ VD സതീശൻ പറയുന്നത് നിലപാടായിരിക്കാം. പക്ഷേ മറുവശത്തൊരു ചോദ്യമുണ്ടല്ലോ, വരുന്ന തിരഞ്ഞെടുപ്പിലുള്ള ഈഴവ വോട്ട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നായർ വോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു സോപ്പിടൽ തന്ത്രമായിരുന്നു ഈ നിലപാടെന്ന ചോദ്യം ബാക്കിയല്ലേ? ഈഴവ വോട്ടുകൾ വൺ ബ്ലോക്കായി ലഭിക്കുമെന്നുണ്ടായിരുന്നുവെങ്കിൽ BDJ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണ്ടേ കേരളത്തിൽ? എവിടെയെങ്കിലും കുടം വിരിഞ്ഞോ? കുടം പൊട്ടിയതല്ലേ ഉള്ളൂ. കുടം തുറന്ന നല്ല അമൃത പുറത്തേക്ക് ഒഴുകിയോടെങ്കിലും കുടം താഴെ വീണ് പൊട്ടിത്തെറിച്ച ചരിത്രമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നായർ വോട്ടുകൾ ജയിക്കുമായിരുന്നെങ്കിൽ ഇവിടെ വലിയ പാടെന്തെങ്കിലും ഉണ്ടോ? എത്രയോ സ്ഥലങ്ങളിൽ ഈ നായർ സമുദായത്തിന്റെ വലിയ നേതാക്കന്മാർ ജയിച്ചു വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെയൊന്നും ഒരിടത്തും ഇത് ക്രോഡീകരിക്കപ്പെടില്ല. ഒരു വിഭാഗം ആളുകളെ അത്തരത്തിൽ ക്യാൻവാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു നറേറ്റീവ് എന്ന് പറയുന്നത് BJP നേരിട്ടിടപെട്ടാണ് VS അച്യുതാനന്ദനും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ അതിൽ സ്ഥാനം കൊടുത്തതെന്നാണ്. അതിന് ഒരു സൂചനയായി നൽകുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ കുറച്ച് പ്രഖ്യാപനങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈഴവ വോട്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് BJPക്ക് അനുകൂലമായി ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനൊപ്പം നടക്കുന്നു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും അവരുടെ നിലപാട് എപ്പോഴും BJPക്ക് പോലെ ഉറപ്പായിട്ടുമാണ് എന്നുള്ളതാണ് എന്റെ മറുപടി. ഉറപ്പായിട്ടുമാണ്. ഈ കാണുന്ന സംവിധാനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ കേരളമാണ് കേട്ടോ, അതാണ് പ്രശ്നം. ഇത് കേരളമാണ്. ഇവിടെ ഇത്തരം ജാതി രാഷ്ട്രീയത്തിനൊക്കെ ഇടമുള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാലും തീവ്രമായി അതിനൊന്നും ആർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു ഈ പറയപ്പെടുന്ന ജാതി സംഘടനകളെ തൊട്ട് തലോടി കാല് തൊട്ട് വന്ദിച്ച് തിണ്ണനിരങ്ങിയൊക്കെ ഇതിലേക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇടതുപക്ഷം ഒട്ടും പിന്നോട്ട് പോകാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോ NSSനെ സംബന്ധിച്ചിടത്തോളം NSSന്റെ 9 അംഗങ്ങളാണ് നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ മന്ത്രിസഭയിൽ മന്ത്രിമാരായിരിക്കുന്നത്. NSSന് അങ്ങനെയൊന്നും ഇടതുപക്ഷത്തെയും തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പൊ പല സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അനുകൂലമായി നിൽക്കുന്ന ഒരു UDF ട്രെൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ ഒരു കാരണവശാലും ഈ കോൺഗ്രസിനെ തള്ളി പറയാത്തതും ചേർത്ത് പിടിക്കാത്തത്. ഒരു സമദൂര സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ജാതി സംഘടനകളെ കൊണ്ടൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇന്നില്ല. കേരളത്തിൽ ഇന്ന് UDF അനുകൂല സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതെ, അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ BJPയുമായി നല്ലൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഒരു നന്ദിയുടെ ബന്ധം കൂടി ഉണ്ടാകുമായിരിക്കാം ഈ പത്മ അവാർഡ് ഡിക്ലറേഷനോടുകൂടി. അപ്പോൾ ഇനി വെള്ളാപ്പള്ളി BJPയിലേക്ക് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ BJPക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യത തന്നെയാണോ? കേരളത്തിൽ ഈ പറയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ചെയ്തികളെല്ലാം പിണറായി വിജയനൊപ്പമാണ് എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോൾ പോലും അവരുടെ പാർട്ടി NDA മുന്നണിയിൽ ഉള്ളിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 2 വള്ളത്തിൽ കാലുകുത്തുക, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ കഴിഞ്ഞ ദിവസം അവരുടെ തന്നെ അണികൾ പറഞ്ഞതുപോലെ ഡബിൾ ഡാഡി സിൻഡ്രം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സാഹചര്യം അവർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അൺപ്രഡിക്റ്റബിൾ അവരുടെ കാര്യം അങ്ങനെയാണ്.
എവിടെയാണോ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോകും.